Hi, future doctors. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്നൊരു അപ്ഡേറ്റാണ് NMC ഒരു വലിയ അപ്ഡേറ്റ് തന്നിട്ടുണ്ട് നീറ്റ് ആസ്പിറൻസിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെയുള്ള. അപ്പം നാച്ചുറലി മക്കൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് നെറ്റ് എക്സാം, ഇനി ഞങ്ങൾ എഴുതേണ്ട നെക്സ്റ്റ് എക്സാം എന്താണ്, ഞങ്ങൾ നീറ്റ് ആസ്പിറൻസ് എഴുതേണ്ട എക്സാം ആണെന്നൊക്കെ. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് കുറച്ച് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് മാം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നെക്സ്റ്റ് എക്സാം? നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ആണ്. ഇത് ആരാണ് എഴുതേണ്ടത്? MBBS കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് വേണ്ടി മക്കൾ ട്രൈ ചെയ്യുമ്പം എഴുതേണ്ട എക്സാം ആണ് നെക്സ്റ്റ് എക്സാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ലൈസൻസേറ്റ് എക്സാം ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ആണ്. MBBSനും PGക്കും ഇന്റേൺഷിപ്പിനും ഒക്കെ അഡ്മിഷൻ എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ് എക്സാം എഴുതണം. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ MBBS കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും 5.5 years ആണല്ലോ, 5.5 വർഷം. അതായത് 4.5 വർഷം നിങ്ങൾ MBBS പഠിക്കും, 1 വർഷം നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇയർ MBBS കഴിയുമ്പോൾ മക്കൾ ഫസ്റ്റ് ഇയർ പ്രൊഫഷണൽ എക്സാം എഴുതിയിട്ടാണ് സെക്കൻഡ് ഇയറിലേക്ക് കയറുന്നത്. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് 1.5 വർഷമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് ഇയർ പ്രൊഫഷണൽ എക്സാം എഴുതും, തേർഡ് ഇയറിലേക്ക് കയറും. പിന്നെ തേർഡ് ഇയർ പ്രൊഫഷണൽ എക്സാം എഴുതും, ഫോർത്ത് ഇയറിലേക്ക് കയറും. ഫോർത്ത് ഇയറിൽ നിങ്ങൾ ഫോർത്ത് ഇയർ പ്രൊഫഷണൽ എക്സാം എഴുതി കയറുന്നത് നിങ്ങളുടെ 5ാം വർഷത്തെ ഫുള്ള് ഇന്റേൺഷിപ്പ് ഇയറിലേക്കാണ് കയറുന്നത്. സോ അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് PG ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ നീറ്റ് PG എഴുതിയിട്ടാണ് നിങ്ങൾ അത് ക്വാളിഫൈ ചെയ്താലേ നിങ്ങൾക്ക് PG കോഴ്സസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇനി അങ്ങോട്ട് വരുന്നത് ഈ നെക്സ്റ്റ് എക്സാം, നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ എക്സാമിനേഷന് 2 ലെവലുണ്ട്. നെക്സ്റ്റ് 1 ഉണ്ട്, നെക്സ്റ്റ് 2 ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് MBBS കഴിയുന്ന കുട്ടികൾ നിങ്ങൾ ഫോർത്ത് ഇയറിൽ നിങ്ങളുടെ ഫോർത്ത് ഇയർ പ്രൊഫഷണൽ എക്സാമിന് പകരം മക്കൾ എഴുതാൻ പോകുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് 1 എക്സാം ആണ്. അതായത് നിങ്ങളുടെ ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയർ പ്രൊഫഷണൽ എക്സാം എഴുതി നിങ്ങൾ ഫിഫ്ത്ത് ഇയർ ഇന്റേൺഷിപ്പിൽ കയറുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് ഫോർത്ത് ഇയർ പ്രൊഫഷണൽ എക്സാമിന് പകരം നിങ്ങൾക്കുള്ളത് നെക്സ്റ്റ് 1 എന്ന് പറയുന്ന നമ്മളുടെ ഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി ക്ലിയർ ചെയ്താൽ മാത്രമേ, അത് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റേൺഷിപ്പിനുള്ള എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ ആ എക്സാം എഴുതി നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാം. 6 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ മക്കൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ 4 വർഷം പഠിച്ച നിങ്ങളുടെ ഓവറോൾ MBBS സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ നെക്സ്റ്റ് 1 ലെവൽ 1 എക്സാം നടത്തുക. ഓക്കെ, ഇനി അത് നിങ്ങൾ ക്ലിയർ ചെയ്തു, ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി PGക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നെക്സ്റ്റ് 2 എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് കേട്ടോ. നാഷണൽ എക്സിറ്റ് എക്സാം 2 ഉണ്ട്. അത് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ PG കോഴ്സസിനുള്ള അഡ്മിഷൻ ഇനി മുതൽ ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ചുള്ള ഒരു കാര്യം. ഇനി MBBS പുറത്ത് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പുറത്ത് MBBS കോഴ്സ് 6 years ആണ് വരുന്നത്. 5+1 year ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇനി അവിടെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നാലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് FMGE എക്സാം ആയിരുന്നു പണ്ടത്തെ കേസിൽ. FMGE എക്സാം എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് PG എഴുതി നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിലേക്ക് അഡ്മിഷൻ എടുക്കാമെന്നായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ പുറത്ത് പഠിച്ചിട്ട് വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം 1 എഴുതണം. NEXT 1 എക്സാം എഴുതി അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. പുറത്ത് MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണത്. സോ ഇനി മക്കൾക്കുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആണ് ഈ നീറ്റ് 2023 ബാച്ചിനാണോ അതോ 2024 ബാച്ചിനാണോ ഈ എക്സാം എഴുതേണ്ടി വരിക. സോ നീറ്റ് 2023 ക്ലിയർ ചെയ്ത് ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2024 MBBS ബാച്ചിലായിരിക്കും. സോ 2024 to 2028 ആയിരിക്കും നിങ്ങളുടെ പഠന കാലം വരുന്നത്. അതിനുശേഷം നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് 1 എക്സാം എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി 2024 എഴുതുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ 2025 MBBS ബാച്ച് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ 2029 അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഈ എക്സാമിന് എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുക? സിലബസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് നെക്സ്റ്റ് എക്സാം 1 എന്ന് പറയുന്നത് NMC പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിലബസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ 1ൻ്റെ സിലബസ് നിങ്ങളുടെ MBBS ഫസ്റ്റ് ഫോർത്ത് ഇയറിലെ സിലബസിൻ്റെ ബേസിസിലുള്ള ടെസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ MBBS സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ നെക്സ്റ്റ് 1 ക്വാളിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ സപ്പോസ് നിങ്ങൾ 2024 ബാച്ച് ആണെന്ന് വെച്ചോ, അപ്പോൾ 2024 ബാച്ച് ആണെങ്കിൽ 2034 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ നെക്സ്റ്റ് ലെവൽ 1 എക്സാം ക്ലിയർ ആയിട്ടിരിക്കണം.
എന്നാലേ നിങ്ങൾക്ക് അതായത് 2034 വരെ അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വൺ അറ്റംപ്റ്റ് ചെയ്യാം. അത് ക്ലിയർ ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ PGക്ക് ആയിട്ടുള്ള നെക്സ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി നെക്സ്റ്റ് 2 എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നീറ്റ് 2023 എഴുതി 2024 MBBS ബാച്ചിൽ കയറുന്ന മക്കൾക്കുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പം നിങ്ങൾ ഈ എക്സാമിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. നിങ്ങളുടെ 4th ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾ ഇന്റേൺഷിപ്പിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതുന്ന 4th ഇയർ പ്രൊഫഷണൽ എക്സാം മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ എല്ലാ വർഷത്തെയും 4 വർഷത്തെയും സിലബസിനെ ഒരുമിച്ച് പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കി എഴുതേണ്ട നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ 1 എക്സാം ആണ് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ നീറ്റ് 2024 എഴുതാൻ വേണ്ടി ഇപ്പോൾ പഠിക്കുന്ന മക്കൾ, അപ്പം നിങ്ങൾ നീറ്റ് നിങ്ങൾ MBBS 2025 ബാച്ച് ആയിരിക്കുമല്ലോ. നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് ഒലച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം കുറേ മക്കളുടെ ഇടയിലെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളിത് ഇനി 4-4.5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന കാര്യമല്ലേ. നിങ്ങൾ ആദ്യം നീറ്റ് ക്ലിയർ ചെയ്ത് MBBSന് കയറി, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അത് നമുക്ക് അപ്പം ആലോചിക്കാം. അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണം. നിങ്ങളിപ്പം നിങ്ങളുടെ നീറ്റ് UGയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ്സ് നല്ലപോലെ മനസ്സിലാക്കുക. ഇത് എൻ്റെ മക്കൾ എന്താണെങ്കിലും ക്ലിയർ ചെയ്യും. നിങ്ങൾ നല്ല ഒരു കോളേജിൽ തന്നെ കയറും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്ന കാര്യമല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം. അത് ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നല്ലപോലെ പഠിക്കുക. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. ഓൾ ദ വെരി ബെസ്റ്റ്.